കാരണം നമ്മളിന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകണത് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച കോവയ്ക്കയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്ന് സത്യം തന്നെ, അത് സംഭവം തന്നെയാണ് കേട്ടോ. വേണ്ടേ, ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ചതാണ് കോവയ്ക്കയെ. നമ്മൾ ഇങ്ങനെ പടർത്തിയെ കൊടുത്തിട്ടുണ്ട്. അത് വല്ലപ്പോഴും അങ്ങനെ ഇച്ചിരി അളിഞ്ഞതും പച്ചയൊക്കെ പിടിക്കും കേട്ടോ. അത് നമ്മൾ പിച്ചി മെഴുക്കൊക്കെ പുരട്ടുവേ. അപ്പം നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാവേ. അതിനുവേണ്ടി ആദ്യം തന്നെ അപ്പുറം ഇപ്പുറം നമുക്ക് കണ്ടിച്ച് കളയാവേ. എനിക്ക് അത്ര ഇങ്ങോട്ട് വശമില്ല കേട്ടോ. ഞാൻ എപ്പോഴും അരിയുന്നത് കൈ തന്നെ വെച്ചാണ്. ബിനുവേട്ടനുള്ളപ്പോഴാണ് കട്ടിംഗ് ബോർഡിലൊക്കെ പെട്ടെന്ന് നമ്മളെ സഹായിച്ചു തരുന്നത്. അരിഞ്ഞൊക്കെ സഹായിക്കുകയെ. ഉണ്ടോ, നൈസായിട്ടാണ് നമ്മൾ വെറും നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാണ്ട് നൈസായിട്ട് നമ്മൾ കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ഇതാണ്ട് ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാവേ. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കണവേ. ഇത്തിരി വെള്ളം തെറിപ്പിക്കാവേ. എണ്ണയ്ക്ക് എന്തെങ്കിലും കനപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും. നമ്മൾ ഈ വെള്ളം തളിക്കുമ്പോഴേ കടുക് ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് കോവയ്ക്ക ഇടാവേ. കോവയ്ക്ക ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണവേ. എന്നിട്ട് അടച്ച് വെക്കാം. ഇതൊന്ന് വാടിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാവേ. സവാള എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കിനി ഇത് മൂടി വെക്കാം. അടച്ച് ആർക്കിന്ന് വേവട്ടെ കേട്ടോ. നമ്മൾ ഉപ്പിട്ടില്ല കേട്ടോ. അതാണ്ട് നല്ലതുപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് പരുവത്തിലൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വാടാനുണ്ട്. വാടട്ടെ. വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. അപ്പം നമുക്ക് ഇച്ചിരി വേപ്പില വെച്ചാമേ. അതിന് വേണ്ടി വന്നതാണേ. ഒത്തിരിയൊന്നും വേണ്ട, 2 തണ്ട് മതി. 2 3 പിച്ചല്ലേ. നമുക്കിനി വേപ്പിലേക്ക് കൊടുക്കാവേ. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാവേ, 1/4 സ്പൂണ്. പിന്നെ ഇളക്കി കൊടുക്കണേ. അതാണ്ട് ഇവിടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. കോവയ്ക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പിടിച്ച കോവയ്ക്ക ഇതുകൂട്ട് തന്നെ മെഴുക്ക് വരട്ടി നോക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, കിടുക്കാച്ചിയാണ്. നമുക്ക് ഇത് മാത്രം മതി ചോറിനും കേട്ടോ കൂട്ടുകാരെ. അപ്പോഴേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ ലൈക്കും കമൻറ്റും ഒന്ന് തോണ്ടിയിട്ട് പോകണേ കേട്ടോ. സബ്സ്ക്രൈബും പ്ലീസ്. ഓക്കേ.